ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയശങ്കറും സ്വാമിയും കൂടി ദേവികയെ കുറ്റപ്പെടുത്താൻ വേണ്ടി മനോഹരൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ മനോഹരൻ അത് കേട്ടപ്പോൾ മനോഹരൻ പറയണേ, എൻ്റെ മോള് ദേവിക മോള് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഭീഷണിക്കൊന്നും ഞാനൊരിക്കലും ഭയപ്പെടില്ല. എൻ്റെ മോളുടെ ദേഹത്ത് ആരെങ്കിലും ഒരു തരി മണ്ണിട്ടാൽ അവരുടെ കൈ വെട്ടാനും ഈ മനോഹരൻ മടിക്കില്ല. മനോഹരൻ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ജയശങ്കറിനോട് സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്താ മനോഹരൻ നീ ഈ സംസാരിക്കുന്നത്? അമ്മേ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നിട്ട് മനോഹരൻ ജയശങ്കറിൻ്റെ മുന്നിൽ കൈകൂപ്പിയിട്ട് പറയാണ്, എൻ്റെ ദേവിക മോളുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ നോക്കരുത്. എൻ്റെ മോൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത്. അത് കേട്ടപ്പോൾ ജയശങ്കർ പറയണേ, ഇങ്ങനെയല്ല നല്ല ഗുണമുള്ള അച്ഛനമ്മമാരുടെ ലക്ഷണം. തെറ്റ് ചെയ്താൽ അത് ന്യായീകരിക്കുകയല്ല വേണ്ടത്, അവർക്കത് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദേവികയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ ഒരു വരവ് കൂടി ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞാണ് സ്വാമിയും കൂട്ടി ജയശങ്കർ പോകുന്നത്. അവർ പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി മനോഹരനോട് പറയാണ്, നിന്റെ മരുമകളുണ്ടല്ലോ, പുന്നാര മരുമകളുടെ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ തന്നെയാണോ? അവരും മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയണേ, ഇതെല്ലാം ജയശങ്കർ ഡോക്ടറുടെ വെറും തെറ്റിദ്ധാരണയാണ്, അല്ലാതെ ദേവിക മോളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ശരത്ത് പറയണേ, ആ മാലിനി ഡോക്ടറും നിരഞ്ജൻ ഡോക്ടറും തമ്മിൽ അടുപ്പമില്ല എന്നാണോ അച്ഛൻ വാദിക്കുന്നത്? അവർ തമ്മിൽ അടുപ്പമുണ്ടാകുന്നതിൽ ദേവിക എന്തു പിഴച്ചു? അപ്പോൾ വീണ്ടും ശരത്ത് പറയണ, അച്ഛ മാലിനിയുടെ പുറകിൽ ദേവികയാണ്, അതെന്താ നീ കണ്ടോ എന്ന് ചോദിച്ചതോടുകൂടി ശരത്തിൻ്റെ ഉത്തരം മുട്ടിപ്പോവാണ്. ദേവിക ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, വെറുതെ ദേവികയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ അവളെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നോ? ആ ജയശങ്കർ ഡോക്ടറുടെ സ്വഭാവം എന്താണെന്നുള്ളത് അറിയാലോ, അയാളുടെ കയ്യിൽ നിന്ന് വെറുതെ തല്ല് വാങ്ങി ചാവാൻ നിൽക്കണ്ട. കേട്ടപ്പോൾ ശരത്ത് പറയണേ, ഇത് തന്നെയാണ് അച്ഛ ഞാനും പറയാൻ വേണ്ടി വന്നത്. മോൾക്ക് ഈ ഒരു സ്വഭാവമാണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടി വാങ്ങി ചാവേണ്ടി വരും. ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നാട്ടുകാരെന്തു ചെയ്യും? എൻ്റെ ദേവിക മോളെ കൈവയ്ക്കുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ നാട്ടുകാർ കൈവയ്ക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ആദ്യം നിന്റെ ദേഹത്തായിരുന്നു നാട്ടുകാർ കൈവച്ചിരുന്നത്. എങ്കിലിപ്പോൾ ജീവനോടെ നീ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? പിന്നെ നിന്നോടൊരു കാര്യം, എൻ്റെ കുടുംബകാര്യത്തിൽ നീ വെറുതെ തലയിടാൻ നിൽക്കണ്ട, അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയണേ, എങ്കിൽ ആ യോഗ്യത എനിക്കുണ്ടല്ലോ. എൻ്റെ മരുമകളെ നീ നിലക്ക് നിർത്തണം. ഇങ്ങനെ മേലിൽ ഒരു പരാതിയുമായിട്ട് ആരും ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. അപ്പോൾ മനോഹരൻ പറയണേ, ഞാനിങ്ങനെ ജയശങ്കർ ഡോക്ടർ വന്ന കാര്യം തന്നെ ദേവിക മോളോട് പറയാനേ പോകുന്നില്ല. കാരണം എൻ്റെ മോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആദ്യം നിങ്ങളൊക്കെ സ്വയം നന്നാവാൻ നോക്ക് എന്നും പറഞ്ഞ് മനോഹരൻ അങ്ങനെ ദേഷ്യം പിടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരത്തിനോട് മുത്തശ്ശി പറയണേ, ഇവൻ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ശരത്ത് പറയണേ, അത് നാട്ടുകാർ വന്ന് മെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ആ സ്വാമി ആരാണെന്നാ മുത്തശ്ശി കരുതിയത്? അധോലോകമാണ്. അതുകൊണ്ട് ജയശങ്കർ ഡോക്ടറുടെ കുടുംബത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും. എന്തായാലും മുത്തശ്ശി ഒരു നിലവിളക്കൊക്കെ റെഡിയാക്കി വെച്ചോ, എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. കേട്ടപ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് പേടിയാവാണ് കേട്ടോ. പിന്നീട് നിരഞ്ജൻ ഡോക്ടർ പുറത്തേക്ക് പോകാൻ ഒരുങ്ങണം. അക്ഷര വന്ന് ചോദിക്കുകയാണ്, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്നും പോകുന്ന സ്ഥലത്തേക്ക്, ക്ലിനിക്കിലേക്കാണോ? എങ്കിൽ ഞാൻ കൂടിയുണ്ട്. വേണ്ട, എന്താ ഞാൻ വന്നാലേ എനിക്ക് അമ്മയെ ഒന്ന് കാണണം. നിനക്ക് അമ്മയെ കാണണമെങ്കിൽ നീ തനിച്ചു പോയിക്കോ, എനിക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അതെന്താ വേറെ സ്ഥലം? ഞാൻ വരാൻ പാടില്ലാത്ത സ്ഥലമാണോ? അപ്പോൾ നിരഞ്ജൻ പറയണേ, നീ ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കണ്ട. എന്നെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീട്ടിലിപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതെന്താ നിങ്ങൾ പിന്നെ ചോദ്യം ചെയ്യാനും എനിക്ക് നിങ്ങളോടൊന്നും പറയാനും പാടില്ല? നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഞാൻ മിണ്ടാതെ അതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എവിടേക്ക് പോയാലും ഞാൻ കൂടി വരും, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അപ്പോൾ നിരഞ്ജൻ പറയണേ, ഞാൻ നിൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതും നിനക്ക് അനുസരിക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണ് അനുസരിക്കാതിരിക്കുന്നത്? എനിക്കെന്താ നിങ്ങളോടൊപ്പം വരാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ എനിക്കെന്താ നിങ്ങളോടൊപ്പം വരുന്നതിൽ ഒരു തെറ്റുള്ളത്? ഞാൻ ശല്യപ്പെടുത്തില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം. അപ്പോൾ നിരഞ്ജൻ അത് പറ്റില്ല എന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും അക്ഷരയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അക്ഷര പറയണ, എന്നാൽ നിങ്ങൾ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരിക? അതൊന്നും പറയാൻ പറ്റില്ല. ഒരു പുറത്തേക്ക് പോകുന്ന സമയത്ത് എപ്പോഴാണ് തിരിച്ചു വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. ചേഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോവുക എന്ന് പറയാൻ കഴിയില്ല എന്നും പറഞ്ഞ് നിരഞ്ജൻ അങ്ങ് പോകുമ്പോൾ അത് അക്ഷരയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് തറച്ചു കയറുകയാണ് കേട്ടോ. മരണത്തെക്കുറിച്ച് നിരഞ്ജൻ പറഞ്ഞതോടുകൂടി അക്ഷരയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. പിന്നീട് ശരത്തിൻ്റെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുകയാണ്, തൻ്റെ അമ്മയല്ലടോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, താനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ലല്ലോ. നീ എന്താ കാശ് ഇതുവരെയും അടയ്ക്കാത്തത്? എത്ര ദിവസമായി ബെൻഡിങ്ങിലായിട്ട്? ഇങ്ങനെ പോയാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് കാശ് അടയ്ക്കണം, അല്ലാതെ ശരിയാവില്ല എന്ന് പറയുമ്പോൾ, അതിന് ഡോക്ടർ ഞാൻ പൈസ ഉണ്ടാക്കുന്ന തിരക്കിലാണ്, ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ വന്ന് കാശ് അടച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് ജയശങ്കർ നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക്
അടുത്തേക്ക് ചെന്ന് നിരഞ്ജനെക്കുറിച്ച് പരാതി പറയാൻ ചെല്ലുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ, നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ മകനെ നേർവഴിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടത്. എൻ്റെ മോളുടെ കണ്ണ് നിറഞ്ഞാൽ അത് ഞാൻ ക്ഷമിക്കില്ല. അതുകൊണ്ട് പിന്നെ സ്വന്തവും ബന്ധവും ഒന്നും ഞാൻ നോക്കില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ നിരഞ്ജൻ വന്നാൽ നിരഞ്ജനെ പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ മോളോട് ഞാൻ വഴക്കിടാറൊക്കെ ഉണ്ട്, പക്ഷേ അവൾ എൻ്റെ ജീവനാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞാൽ അത് ഞാൻ ക്ഷമിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും തിരുത്താൻ വേണ്ടി പറയണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് ജയശങ്കർ പോവാട്ടോ. അപ്പോൾ സ്വാമിയും ഒപ്പം ഉണ്ട്. എന്നിട്ട് സ്വാമി പറയണം, ആറ് നല്ല ദേഷ്യത്തിലാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്ത് നന്നാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജയശങ്കറിൻ്റെ കൂടെ സ്വാമി പോകുന്നത് കേട്ടോ. പിന്നീട് തങ്കച്ചി അക്ഷരയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അക്ഷരയോട് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് അക്ഷരയും നല്ല മറുപടി കൊടുക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള കുത്തിത്തെരിപ്പുകാരുള്ളത് കൊണ്ട് ഇങ്ങനെ സുഖമില്ലാതെ പോകുന്നു എന്ന് പറയട്ടോ. എന്താണാവോ ഇവിടേക്ക് വന്നത്? ഡാഡിയെ കാണാൻ വേണ്ടിയാണോ? ഞാനിവിടേക്ക് വരാറുള്ളത് നിൻ്റെ ഡാഡിയെ കാണാൻ തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ നിന്നെ കാണാനാണ് വന്നിട്ടുള്ളത്. എന്നെ സഹായിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ശരാ, നിൻ്റെ ഡാഡി നിൻ്റെ അമ്മയെ ചതിച്ചതുപോലെ തന്നെയാണ് നിരഞ്ജൻ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു ചതിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇല്ലേ, നിന്നെ ചതിച്ചിട്ടില്ലേ? മാലിനിയും നിരഞ്ജനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താ നീ അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അദ്ദേഹവും മാലിനിയും ഒരേ കോളേജിൽ പഠിച്ചിരുന്ന കോളേജ് മേറ്റുകളാണ്. അവർ രണ്ടുപേരും ഡോക്ടറുമാണ്. അതിൻ്റെ പേരിൽ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ ഉണ്ടാവും. അതിനെന്തിനാണ് നിങ്ങളിങ്ങനെ സംശയ ദൃഷ്ടിയോടെ കാണുന്നത്? എന്നെ അദ്ദേഹം ചതിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. നിന്നെ ചതിച്ചിട്ടില്ല എന്നുള്ളത് എന്തുറപ്പാണുള്ളത്? അവർ തമ്മിലുള്ള ബന്ധം കിടക്കപ്പായി വരെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അത് കേട്ടതോടു കൂടി അക്ഷരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ കാരണം നോക്കി ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് കൈയൊന്ന് ഓങ്ങുന്നുണ്ട്. എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിഴലായി മാലിന്യമുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാനും അദ്ദേഹം തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തന്നെ തീർത്തോണ്ട് പുറമേൽ നിന്നും ആരെയും ഇപ്പം തൽക്കാലം അതിലിടപെടാൻ ഞങ്ങൾ വിളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ അറിയാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നശിച്ചു കാണണം. അതിന് നിങ്ങൾ ഉള്ളുകൊണ്ട് രസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ ഇതിനൊക്കെ അനുഭവിക്കുമെടി എന്ന് പറയുമ്പോൾ, അനുഭവിച്ചാലും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ അക്ഷരയുടെ മുന്നിൽ നാണം കേട്ട് തങ്കച്ചി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കാഞ്ചന പറയണ, മോളെ അവരോട് ഇങ്ങനെ സംസാരിച്ചത് നന്നായുള്ളൂ. മറുപടി ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയട്ടോ. പിന്നീട് ശരത്ത് മാത്യുവിനെ കാണാൻ വേണ്ടി ശരത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് കുറച്ചുകൂടി കാശ് തന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ, ഞാനല്ലേ നിനക്ക് ദേവിക ആ ബില്ല് പാസ്സാക്കി തരാൻ വേണ്ടി നിനക്ക് കാശ് തന്നത്. ഇനിയിപ്പോൾ നീ എന്നെ ചതിക്കുകയാണെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരുമോ? അയ്യോ സാറേ, അങ്ങനെ ഒന്നുമല്ല, ഞാൻ സഹായിക്കും. ദേവിക ആ ബില്ലിൽ ഒപ്പിടുക തന്നെ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് സാറിന് നഷ്ടം വരിക എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ആ ബില്ല് പാസ്സാകുന്നതിൻ്റെ മുന്നേ എനിക്കെന്തായാലും കുറച്ച് കാശ് തരണം. അത് പാസ്സായി കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് കാശ് തരണം. അപ്പോൾ ആ കാശ് എനിക്ക് ഇപ്പോഴേ തരണം. കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ശരത്ത് പറയുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അയാൾ വീണ്ടും ദേവികയ്ക്കെതിരെ എല്ലാ കാര്യങ്ങളും ശരത്ത് ചെയ്തോളാം, ബില്ല് പാസ്സാക്കിച്ച് തരാം എന്ന് പറഞ്ഞത് വിശ്വസിച്ച് അയാൾ പൈസ വീണ്ടും കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പൈസയുമായിട്ടാണ് ശരത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. തങ്കച്ചി മാലിനിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. എന്നിട്ട് മാലിനിയോട് ചോദിക്കുകയാണ്, നീയും നിരഞ്ജനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബന്ധം എന്താണാവോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അക്ഷരയ്ക്ക് ഇപ്പോൾ നിരഞ്ജനില്ലെങ്കിലും മറ്റൊരു ഭർത്താവിനെ കിട്ടും. അക്ഷരയുടെ മകളില്ലേ ആ ശ്രുതിമോള്, അത് നിരഞ്ജനുണ്ടായ മകളല്ല. അത് കേട്ടപ്പോൾ മാലിനിക്ക് എല്ലാ സത്യവും അറിയാവുന്നത് കൊണ്ട് മാലിന്യൊന്നും മിണ്ടാ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, അതുകൊണ്ട് തന്നെ നിരഞ്ജനും മാലിനിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അത് കേട്ടപ്പോൾ മാലിനിക്ക് ദേഷ്യം പിടിച്ചിട്ട്, നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാനും നിരഞ്ജൻ ഡോക്ടറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചറക്കും. നിങ്ങളുടെ കുത്തിത്തിരിപ്പും കുനിഷ്ടമൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് തങ്കച്ചിയെ മാലിനിയും ആട്ടി വിടുകയാണ് കേട്ടോ. അങ്ങനെ തങ്കച്ചി വീണ്ടും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി വിടന്ന് പോവുകയാണ്. ശരത്ത് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് പ്രഭാവതിയെ കണ്ട് സംസാരിക്കേണ്ട. അപ്പോൾ പ്രഭാവതിക്ക് ബോധമൊന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രഭാവതി ഐസിയുവിനകത്തേക്ക് കയറി ശരത്ത് പറയുകയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മേ നിങ്ങൾക്കുള്ള പൈസ ഇവിടെ കൊണ്ടുവന്ന് അടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മകനല്ലേ ഞാൻ, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങ് പരലോകത്തേക്ക് പോവാൻ നോക്കുക. അല്ലാതെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാശുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ണടക്ക്. ഇനി
കാശുണ്ടാക്കാനേ എൻ്റെ കിഡ്നി പോലും വിൽക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ണടക്കുക എന്ന് പറയട്ടെ. അപ്പോഴാണ് പ്രഭാവതിക്ക് മരുന്ന് കയറുന്നത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് വഴി മരുന്ന് കയറുന്നത് കണ്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ശ്രമിച്ചതാണ് നിങ്ങളെ ഇല്ലാതാക്കാൻ, അന്ന് അത് നടന്നില്ല, പക്ഷെ ഇന്ന് എന്തായാലും നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്നിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മരുന്ന് ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന അവിടെ അങ്ങ് സ്റ്റോപ്പ് ആക്കുകയാണ്. അതോടുകൂടി പ്രഭാവതി അങ്ങ് മരിച്ചോളും എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ശരത് അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.